ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഒരു സ്റ്റീരിയോ ആയിരുന്നു ഇത്ര നാൾ വണ്ടിക്കകത്തിരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ലോ ആയിട്ടുള്ളൊരു സ്റ്റീരിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു സ്റ്റീരിയോ ചേഞ്ച് ചെയ്തിട്ട് ഹൊസാനിയുടെ ഒരു സ്റ്റീരിയോ നമ്മൾ വണ്ടിയിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ കാണുന്ന സ്റ്റീരിയോ ആണ് നമ്മൾ ഇന്ന് വണ്ടിയിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകണം. ഇതിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഒരു 3000-4000 ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റീരിയോ ആണ്. ഹൊസാനിയുടെ കാര്യം നോക്കണ്ട, അതിന്റെ കമ്പനി ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ വേറെ ലെവലാണ്. ഇതിന്റെ ഫീച്ചേഴ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ബ്ലൂടൂത്ത് ഉണ്ട്, FM ഉണ്ട്, SD കാർഡ് പറ്റും, അതുപോലെ തന്നെ USB പറ്റും, പിന്നെ അതുപോലെ തന്നെ ഓക്സ്, പിന്നെ FM. നമ്മുടെ ഒരു ഫോൺ ഇപ്പോൾ ഈ ഒരു സ്റ്റീരിയോ ആയിട്ട് പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകമിംഗ് കോള് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റീരിയോയിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു സ്റ്റീരിയോയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു 4 സ്പീക്കർ കൊടുക്കും. ഇത് നല്ലപോലെ അങ്ങോട്ട് പതറാൻ തുടങ്ങും. അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റീരിയോ മാറ്റി ഹൊസാനിയുടെ ഈ ഒരു സംഭവം ആക്കുന്നത്. ഇപ്പം ഹൊസാനിയുടെ കാര്യം നോക്കുവാണെങ്കിൽ എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഞാൻ പോയിട്ട് സ്റ്റീരിയോ മാറി. അപ്പം കടയിൽ നല്ല തിരക്കും കാര്യങ്ങളും ഓർത്ത് ചേട്ടന്മാരൊക്കെ നല്ല ബിസി ആയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞ്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹൊസാനിയുടെ നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തേക്കുന്ന സ്റ്റീരിയോ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം നേരത്തെ പറയാൻ മറന്നു, ഇതിനാണെങ്കിൽ ഒരു 1 ഇയർ വാറണ്ടിയും കൂടെ ഈ ഒരു കമ്പനി കൊടുക്കുന്നുണ്ട്. പെർഫോമൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 3000-ന്റെയും 4000-ന്റെയും ഒന്നും പെർഫോമൻസ് ഇല്ല, അതിലും വേറെ ലെവൽ പെർഫോമൻസ് ആണ് ഈ ഒരു സ്റ്റീരിയോയുടെ ഭാഗത്തുനിന്നുള്ളത്. ഇതിന്റെ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ അതിനകത്ത് ബ്ലൂടൂത്ത് ഉണ്ട്, FM ഉണ്ട്, അതുപോലെ ഓക്സ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു സ്റ്റീരിയോക്കകത്തുണ്ട്. ഈ കാണുന്ന 2 ബട്ടനാണ് കോൾ അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യാനും വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിന് മൈക്ക് ഇൻബിൽഡ് ആയിട്ടുണ്ട്. അതിന്റെ പെർഫോമൻസ് ഞാൻ നോക്കി, അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് വരുന്ന ഒരു മൈക്കാണ് ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് തന്നെ വന്നത്. സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം.